മലയാള സിനിമയിൽ 40 സംവത്സരങ്ങൾ പൂർത്തിയാക്കിയ സംവിധായകൻ ഹരികുമാർ വളരെ അപ്രതീക്ഷിതമായാണ് മലയാളത്തെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹം മരിക്കുമ്പോൾ 18 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുണ്ടായിരുന്നു. 1981 പുറത്തിറങ്ങിയ ആമ്പൽ പൂവാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. സുഹൃതം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിൽ ആഴത്തിൽ രേഖപ്പെടുത്തിയ പേരാണ് ഹരികുമാറിൻ്റേത്. ഇന്ന് തിരക്കഥയുടെ രീതിശാസ്ത്രം ചർച്ച ചെയ്യുന്നത് സുഹൃതത്തിൻ്റെ കഥയാണ്, സുഹൃതത്തിൻ്റെ തിരക്കഥയുടെ കഥയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്തുള്ള കാഞ്ചിനട എന്ന ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു ഹരികുമാറിൻ്റെ ജനനം. സിനിമയും വായനയുമായിരുന്നു അക്കാലത്ത് മുഖ്യം. സ്വന്തം സഹോദരനിൽ നിന്നാണ് അദ്ദേഹത്തിന് സിനിമയുടെ പ്രാഥമിക പാഠങ്ങൾ പകർന്നു കിട്ടിയത്. പിന്നീട് അദ്ദേഹം കൊല്ലത്തേക്ക് സ്ഥിരതാമസമായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി, അതായത് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ക്ലാർക്കായിട്ടായിരുന്നു അദ്ദേഹത്തിന് നിയമനം ലഭിച്ചത്. അവിടെ ചെല്ലുമ്പോൾ വായനയുടെയും സംസ്കാരത്തിൻ്റെയും വിസ്തൃതമായ ഒരു ലോകം. കാമ്പിശ്ശേരി കരുണാകരൻ്റെ പത്രാധിപത്യത്തിലുള്ള ജനയുഗ മാസിക, BBC നായരുടെ പത്രാധിപത്യത്തിലുള്ള മലയാള നാട്, ഇങ്ങനെ കൊല്ലം സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉന്നതമായ ഒരു പദവി അലങ്കരിച്ചിരുന്നു അക്കാലത്ത്. കാമ്പിശ്ശേരിയും BBC നായരുമായി അദ്ദേഹത്തിന് ചങ്ങാത്തം കിട്ടി. ഇരുവരെയും അദ്ദേഹം അങ്ങോട്ട് പോയി കാണുകയായിരുന്നു. ഇരുവരോടും കഥകൾ എഴുതി തന്നാൽ പ്രസിദ്ധീകരിക്കാമോ എന്ന് ചോദിച്ചു. രണ്ടുപേരും തയ്യാറായിരുന്നു. ഹരികുമാർ എന്ന പേരിൽ നിരവധി കഥകൾ എഴുതി. പിന്നീട് അദ്ദേഹത്തിന് സിനിമാ ലൊക്കേഷനുകൾ കവർ ചെയ്യാനുള്ള സുവർണാവസരം ലഭിച്ചു. കാരണം സിനിമയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുമ്പേ ഉണ്ടായിരുന്നത്. KG ജോർജിൻ്റെയും PN മേനോൻ്റെയും അരവിന്ദിൻ്റെയും ചിത്രങ്ങൾ, അവരുടെ ലൊക്കേഷനുകൾ അദ്ദേഹം കവർ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ KP കുമാരൻ്റെ അതിഥി എന്ന ചിത്രത്തിൽ കാമ്പിശ്ശേരിയുടെ ശുപാർശയുടെ പുറത്ത് ഹരികുമാറിന് സഹസംവിധായകനാവാൻ അവസരം കിട്ടി. അതൊരു വലിയ അവസരമായിരുന്നു, സിനിമയുടെ ഒരു വലിയ ലോകം. പിന്നീട് രാമു കാര്യാട്ടിൻ്റെ ദ്വീപ് എന്ന ചിത്രത്തിൽ അദ്ദേഹം സംവിധായകനായി. ഒരു ദിവസം കൊല്ലത്ത് കോർപ്പറേഷൻ ഓഫീസിലിരിക്കുമ്പോൾ കാമ്പിശ്ശേരി കരുണാകരൻ ഹരികുമാറിനെ വിളിച്ചു. അടിയന്തരമായി ജനയുഗ ഓഫീസ് വരെ വരണം. ഹരികുമാർ അവധി പറഞ്ഞ് ജനയുഗ ഓഫീസിലെത്തി. ചില അത്യാവശ്യങ്ങൾക്ക് കാമ്പിശ്ശേരി ഇങ്ങനെ വിളിക്കാറുണ്ട്. ചെന്ന ഉടനെ ആദ്യത്തെ ചോദ്യം, MDയെ തനിക്കറിയാമോ? MDയെ ഹരികുമാറിന് അറിയാം. കാരണം MDയെ അദ്ദേഹം അത്രയേറെ ആരാധിക്കുന്നു. BBC നായരുടെ ശുപാർശയുടെ പുറത്ത് ഒരിക്കൽ MDയെ അദ്ദേഹം പരിചയപ്പെട്ടിട്ടുണ്ട്. MD വാസുദേവൻ നായരുടെ ഒരു അഭിമുഖം തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഹരികുമാർ കോഴിക്കോട് മാതൃഭൂമി ഓഫീസിലെത്തിയത്. പൊതുവെ അഭിമുഖങ്ങളോട് വിമുഖത പ്രകടിപ്പിക്കുന്ന MD വാസുദേവൻ നായർ അദ്ദേഹത്തിന് അഭിമുഖത്തിനുള്ള അവസരം നൽകിയില്ല. തൊണ്ട സുഖമില്ല എന്ന കാരണമാണ് പറഞ്ഞത്. വെറും ഒരു 5 മിനിറ്റാണ് കിട്ടിയെങ്കിലും ഹരികുമാറിന് തന്നെ MDക്ക് മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. ഈ കാര്യം കാമ്പിശ്ശേരിയോട് ഹരികുമാർ പറയുകയാണ്, തനിക്ക് MD അറിയാമെന്ന കാര്യം. എങ്കിലും അടിയന്തരമായി കുറച്ച് ലേഖനങ്ങൾ തയ്യാറാക്കണം. അതിൽ ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടാവണം, അഭിമുഖങ്ങൾ ഉണ്ടാവണം, പ്രമുഖർ MDയെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ടാവണം. ഹരികുമാറിന് ആകെ അത്ഭുതമായി. ഒരുപാട് കഥകൾ എഴുതുന്ന ജീവിച്ചിരിക്കുന്ന MDയെക്കുറിച്ച് എന്ത് ഓർമ്മക്കുറിപ്പുകൾ? ജീവിച്ചിരിക്കുന്ന MDയെക്കുറിച്ച് എന്തിനാണ് ഇത്രയധികം ഓർമ്മക്കുറിപ്പുകൾ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഹരികുമാറിനുണ്ടായിരുന്നില്ല. അങ്ങനെ ചോദിച്ചാൽ തന്നെ കാമ്പിശ്ശേരി ഒരു മറുപടി പറയുകയുമില്ല. പിറ്റേന്നാണ് അതിൻ്റെ വസ്തുത ഹരികുമാർ മനസ്സിലാക്കുന്നത്. പിറ്റേന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു, MDയുടെ ആരോഗ്യനില ഒരല്പം കുഴപ്പമായി തുടരുകയാണെന്ന്. അസുഖബാധിതനായ MD കോഴിക്കോട് ചികിത്സയിലാണ്. വലിയ വിഷമം തോന്നി ഹരികുമാറിന്. അദ്ദേഹം ഒരു ലേഖനവും തയ്യാറാക്കാൻ പോയില്ല. അത് തന്നെയാണ് താൻ ചെയ്യേണ്ടതെന്ന ഉത്തമ ബോധ്യം ഹരികുമാറിന് ഉണ്ടായിരുന്നു. കാമ്പിശ്ശേരി അതിൻ്റെ പേരിൽ ഒരുപാട് വഴക്ക് പറഞ്ഞെങ്കിലും ഹരികുമാർ തൻ്റെ നിസ്സഹായ അവസ്ഥ തുറന്നു പറഞ്ഞു. പത്രങ്ങൾക്കൊരു രീതിയുണ്ട്. ഒരാൾക്ക് പ്രായാധിക്യം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അയാളൊരു മഹാരോഗത്തിനടിമയായാൽ അയാളെക്കുറിച്ച് കഴിയുന്നിടത്തോളം വിവരങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കും. ഒരുപക്ഷെ അയാൾ വിട പറയുന്നത് 2 ഘട്ട നേരത്താണെങ്കിൽ പത്രത്തിൻ്റെ ലേഔട്ട് വരെ തയ്യാറാക്കി വച്ചെന്നിരിക്കും. ആ ഭാഗത്ത് ആ പത്രത്തിൻ്റെ പുതിയ വാർത്ത റീപ്ലേസ് ചെയ്യുക, അത്രമാത്രമേ പിന്നെ ജോലിയായി കാണുകയുള്ളൂ. ഇത് പത്രപ്രവർത്തനത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. MD വാസുദേവൻ നായർ ഒരു പത്രപ്രവർത്തകനും പത്രാധിപരുമായിരുന്നു. രക്താർബുദം എന്ന മഹാരോഗത്തെ അതിജീവിച്ച രവിശങ്കർ എന്ന പത്രപ്രവർത്തകൻ, രവിശങ്കർ എന്ന എഴുത്തുകാരൻ ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അയാൾ ഈ നിമിഷത്തെ വല്ലാതെ ശപിക്കുകയാണ്. കാരണം തനിക്ക് ഈ ജീവിതം മടക്കിത്തന്ന ആ മഹാശക്തിയോട് അയാൾ പിണങ്ങിയിരിക്കുന്നു. തിരികെ വരുമ്പോൾ എല്ലാം പഴയ മട്ടിലായിരുന്നില്ല, എല്ലാം വല്ലാതെ മാറിപ്പോയിരുന്നു.
അയാൾ ആ മാഗസിൻ എഡിറ്ററുടെ കസേരയിൽ വന്നിരിക്കുകയാണ്. മേശവലിപ്പ് തുറക്കുമ്പോൾ ആദ്യം കിട്ടിയത് അയാളെക്കുറിച്ചുള്ള പിറ്റേന്നത്തെ പത്രത്തിലെ വാർത്ത. രവിശങ്കർ നിര്യാതനായി എന്ന തലക്കെട്ടിൽ. അയാൾ എല്ലാം മറിച്ചു നോക്കി. തന്നെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ, തന്നെക്കുറിച്ചുള്ള ലേഖനങ്ങളെല്ലാം അതേപടി പത്രത്തിൻ്റെ ഫോർമാറ്റിൽ എഡിറ്റ് ചെയ്ത് ലേഔട്ട് ചെയ്ത് വച്ചിരിക്കുന്നു. അയാൾ അത് കയ്യിലേക്ക് എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ 2 വരി ടൈപ്പ് ചെയ്തു. ജീവിതത്തിൻ്റെ മടങ്ങി വരവിൻ്റെ ആഘോഷ തിമിർപ്പിനിടയിൽ അപ്രതീക്ഷിതമായി മരണം കടന്നു വരികയാണ്. രവിശങ്കർ മരണത്തിലേക്ക് പതിയെ നടന്നെടുക്കുന്നു. പിന്നീട് അയാളെ നമ്മൾ കാണുന്നത് ചെങ്കോട്ട പോലൊരു വലിയ തുരങ്കത്തിലൂടെ കടന്നു വരുന്ന റെയിൽവേ പാളത്തിലൂടെ അയാൾ നടന്നു പോവുകയാണ്. പുറകിൽ തീവണ്ടിയുടെ ഹുങ്കാരമായ ശബ്ദം. തീവണ്ടി കടന്നു വരുമ്പോൾ പത്രം ഓഫീസിൽ ആ പത്രം പ്രിൻ്റ് ചെയ്ത് വീഴുകയാണ് രവിശങ്കർ നിര്യാതനായി എന്ന വാർത്തയോടെ. മലയാളത്തിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് നമുക്ക് എത്ര സിനിമയിൽ കാണാൻ പറ്റും? സുഹൃതം എന്ന സിനിമ മലയാളത്തിൻ്റെ സുഹൃതമായി മാറുന്നത് ഈ നിമിഷത്തിലാണ്. MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ്റെ പേനയുടെ ശക്തി നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. രവിശങ്കർ എവിടേക്കാണ് കടന്നു പോകുന്നത്? മരണമെന്ന തുരങ്കത്തിലേക്കാണ് അയാൾ നടന്നു പോകുന്നത്. പുറകിൽ അയാളോടൊപ്പം തീവണ്ടിയും കടന്നു വരുന്നു. അപ്പോൾ പത്രം ഓഫീസിൽ അയാൾ കുറിച്ച വാർത്തകളോടെ, അയാൾ കുറിച്ച വരികളോടെ ആ വാർത്ത പിറന്നു വീഴുകയാണ്. രവിശങ്കർ നിര്യാതനായി എന്ന വാർത്ത. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കാമ്പിശ്ശേരി കരുണാകരൻ തന്നോട് പറഞ്ഞ ആ സീനല്ലേ ഇതാ MT വാസുദേവൻ നായർ എഴുതി തനിക്ക് തന്നിരിക്കുന്നതെന്നോർത്ത് ഹരികുമാറിൻ്റെ കണ്ണ് നിറഞ്ഞു. ഹരികുമാർ അപ്പോൾ MTയോട് യാതൊന്നും പറഞ്ഞില്ല. ഈ രംഗം താൻ അനുഭവിച്ചിട്ടുണ്ടെന്ന ആ യാഥാർത്ഥ്യം ഒന്നും പറഞ്ഞതേയില്ല. ഏതാണ്ട് 3 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഹരികുമാറിന് MT വാസുദേവൻ നായർ സുഹൃതം എന്ന തിരക്കഥ എഴുതി കൊടുക്കുന്നത്. ആദ്യം എഴുതിയ തിരക്കഥ ഇതായിരുന്നില്ല. 52 സീനുകൾ എഴുതി കൊടുത്ത ശേഷം MT വാസുദേവൻ നായർ ഹരികുമാറിനോട് പറഞ്ഞു, ഇതൊന്ന് ഓടിച്ചു നോക്ക് എന്ന്. ഓടിച്ചു നോക്ക് എന്നത് MTയുടെ ഒരു പദമാണ്. അതായത് ഓടിച്ചു വായിച്ചു നോക്കാനല്ല പറയുന്നത്, മനസ്സിലോടിച്ചു നോക്കൂ എന്നാണ്. അതായത് ഫ്രെയിം മനസ്സിൽ കാണുക എന്ന് ആണ് MT അർത്ഥമാക്കുന്നത്. അങ്ങനെ ഓടിച്ചു നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ MT ഹരികുമാറിനോട് പറഞ്ഞു, ഏതായാലും ഇത് താൻ വിട്ടേര, ഇത് വേണ്ട എന്ന്. MT അല്ലേ പറയുന്നത്, ഹരികുമാറിന് മറുത്തൊന്നും പറയാനാവില്ല. ഹരികുമാർ അതങ്ങ് മാറ്റിവെച്ചു. തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഫോൺ വന്നു. താൻ കോഴിക്കോട് വരെ വരാൻ പറഞ്ഞു. കോഴിക്കോട് ചെല്ലുമ്പോൾ 2 വരിയാണ് MT പറഞ്ഞത്. ഒരു മഹാരോഗം ബാധിച്ച ഒരാൾ മരണത്തിൽ നിന്നും തികച്ചും അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ. ഇത് മതി സാർ എന്ന് ഹരികുമാർ MTയോട് പറഞ്ഞു. ഇത് വച്ചാണ്, ഈ 2 വരിയിൽ നിന്നാണ് സുഹൃതം എന്ന സിനിമയുടെ അതിമനോഹരമായ തിരക്കഥ, ഒരു സ്വർഗതുല്യമായ തിരക്കഥ MT വാസുദേവൻ നായർ എഴുതി തീർക്കുന്നത്. കന്യാകുമാരി ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഇതിൻ്റെ തിരക്കഥ അദ്ദേഹം തയ്യാറാക്കിയത്. 8 ദിവസം കൊണ്ടാണ് 1 ലൈൻ പൂർത്തിയാക്കിയത്. അതിമനോഹരമായ ഗാനങ്ങൾ സുഹൃത്തത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരികുമാറിന് വലിയ ജോലികളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം വളരെ കൃത്യമായിരുന്നു ആ തിരക്കഥ. ഒരു സംവിധായകൻ എന്തെല്ലാം ചെയ്യണമെന്ന് പോലും അതിൽ കൃത്യമായി എഴുതിയിരുന്നു. പിന്നെ തിരക്കഥയുടെ കഥാസന്ദർഭങ്ങളുടെ ഗൗരവം, അതിൻ്റെ സൗന്ദര്യം ചോരാതെ അതിനെ ഫ്രെയിമിലാക്കുക എന്ന ജോലി മാത്രമാണ് ഹരികുമാറിനുണ്ടായിരുന്നത്. 1994 ഡിസംബർ മാസം 23-ാം തീയതിയാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. ആദ്യ ദിവസം മുതൽ വലിയ അഭിപ്രായമാണ് ചിത്രം നേടിയത്. 1994 ഡിസംബർ മാസം 23-ാം തീയതിയാണ് സുഹൃതം എന്ന സിനിമ മലയാളത്തിന് സുഹൃതമായി ലഭിക്കുന്നത്. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടിക്ക് നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ഇത്. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച 10 കഥാപാത്രങ്ങളിലൊന്നാണ് സുഹൃതത്തിലെ രവിശങ്കർ. ഗൗതമിയും ശാന്തികൃഷ്ണയുമൊക്കെ ഒന്നിനൊന്ന്, മനോജ് കെ ജയനുമൊക്കെ ഒന്നിനൊന്ന് മികച്ചതായാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ചെങ്കോട്ട എന്ന റെയിൽവേ തുരങ്കത്തിൽ വച്ചിട്ടാണ്. കോട്ടയം റെയിൽവേ തുരങ്കമായിരുന്നു ഹരികുമാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അത് ചിത്രീകരിക്കാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ചെങ്കോട്ടയിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. അന്തരിച്ച പ്രമുഖ വ്യവസായി അറ്റ്ലസ് രാമചന്ദ്രനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. 1/2 കോടി രൂപ മാത്രമാണ് അന്ന് ഈ ചിത്രത്തിന് ചിലവായത്. ഇന്ന് ഏതാണ്ട് 15-20 കോടി രൂപ ചിലവാകുമായിരുന്നെന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ ഹരികുമാർ പറഞ്ഞിട്ടുണ്ട്. സുഹൃതം എന്ന ചിത്രം ഹരികുമാറിൻ്റെയും അറ്റ്ലസ് രാമചന്ദ്രൻ്റെയും ഓർമ്മകൾക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രണാമമാണ്. തിരക്കഥയുടെ രീതിശാസ്ത്രത്തിൻ്റെ എപ്പിസോഡ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്ത ലക്കം കാണുന്നത് വരെ നമസ്കാരം.